രാജസ്ഥാനിൽ ഒരു പിന്നെ മുസ്ലിമായ ഒരു വ്യക്തിയെ പിന്നെ സംഘപരിവാർ ഭീകരർ പച്ചക്ക് കത്തിച്ചു കൊന്നത്. ആ ഒരു വീഡിയോ ഒക്കെ എല്ലാവരും കണ്ട ഓർമ്മ ഉണ്ടാവും. ഞാനിതാ ഇവനെ കൊല്ലാൻ പോവാണെന്ന് പറഞ്ഞു, വീഡിയോ ഓണാക്കി നേരിട്ട് പോയി കത്തിച്ചു കൊല്ലുകയാണ് ഒരു വ്യക്തിയെ. ഈ സംഭവം ഉണ്ടായപ്പോ ആണ് കേരളത്തിലുള്ള നാസ്തികനായിട്ടുള്ള നേരത്തെ നമ്മൾ കാണിച്ച ഇ എ ജബ്ബാർ എന്ന് പറയുന്ന വ്യക്തി പിന്നെ ട്വീറ്റ് ചെയ്തത്, മുസ്ലിങ്ങൾ മനുഷ്യരായാൽ പ്രശ്നം പരിഹരിക്കാം. മുസ്ലിങ്ങൾ മനുഷ്യരായാൽ പ്രശ്നം പരിഹരിക്കാം എന്ന് വെച്ചാൽ ഇവിടെ ഈ മുസ്ലിങ്ങളുടെ പ്രശ്നം എന്താണ്? അത് ഈ നമ്മൾ പൊതുവെ വിചാരിക്കുന്നത് വെച്ചാൽ ഇപ്പൊ ഇവിടെയുള്ള സംഘപരിവാർ ഭീകരതയും പിന്നെ മുസ്ലിങ്ങൾ അപരവൽക്കരിക്കുന്നതും അതുപോലെ തന്നെ ഒരു 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 പിന്നെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക എക്സ്ക്ലൂഡ് ചെയ്യുന്ന എല്ലാവരെയും എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഒരു ഐഡിയോളജിയുമാണ് എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ ജബ്ബാർ വളരെ സിമ്പിൾ ആയിട്ട് അതിനുള്ള പരിഹാരം കണ്ടു. എന്തേ ഉള്ളൂ, മുസ്ലിങ്ങൾ ഇപ്പം ഇസ്ലാം സ്വീകരിക്കുന്നതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളായതുകൊണ്ട് തന്നെ അവർ മനുഷ്യരല്ല. അവര് ഇസ്ലാമിനെ ഉപേക്ഷിക്കുക, അതായത് മതം ഉപേക്ഷിക്കുക, എന്നിട്ട് മനുഷ്യരായാൽ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ഇത്ര സിമ്പിളാണ് അവരുടെ പരിഹാരം എന്ന് പറയുന്നത്. അപ്പം വളരെ കൃത്യമായിക്കൊണ്ട് തന്നെ മതവിശ്വാസികളെ മനുഷ്യരായി പോലും കാണാൻ സാധിക്കാത്ത ഒരു ഐഡിയോളജി ആണെന്നുള്ളത് മാത്രമല്ല, ഇത് നമ്മൾ ചാരിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നതായതുകൊണ്ട് അതുകൂടി ഒന്ന് കൂടി ചേർത്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഇതിനിടയിൽ പിന്നെ ഒന്നാമത്തെ പ്രളയം ഉണ്ടായല്ലോ. ഒന്നാമത്തെ പ്രളയം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ മത സംഘടനകളൊക്കെ ഒരുപാട് ചാരിറ്റി നടത്തി. പിന്നെ എന്താ പറയാ, ട്രക്ക് കണക്കിനാണ് ഇവിടെ നിന്നൊക്കെ പിന്നെ എന്ത് ചെയ്തിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ പിന്നെ സാധനങ്ങളൊക്കെ ആയിട്ട് പോയത്. ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും യുക്തിവാദികൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് നേരത്തെ പറഞ്ഞ ഒരു ഫിത്രയില്ലെങ്കിലും എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ തോന്നലുണ്ടാവുമല്ലോ. അതിന്റെ ഭാഗമായിട്ട് അവര് പിന്നെന്തോ അവരൊരു കണക്കടക്കം പുറത്തു കൊടുത്തിരുന്നു. 10 പെന്നും പിന്നെ 15 നോട്ട്ബുക്കും അങ്ങനെ എന്തോ ഒരു കണക്കൊക്കെ ഉണ്ട്. അതൊക്കെ ആയിട്ട് ഒരു കാറിൽ ഒരു പിന്നെ വാഗനാർ കാറിൽ അവരെന്ത് ചെയ്തു, പോയി പിന്നെ മലബാറിൽ നിന്നും പിന്നെ സൗത്ത് കേരളയിലേക്ക് പോയി. ആ പോകുമ്പോൾ പോലും, അതായത് അവർക്ക് താല്പര്യമില്ലാത്തൊരു സാധനം ഇപ്പൊ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ എവിടെയാന്നൊക്കെ ചോദിക്കുമല്ലോ എന്ന് തോന്നിയത് കൊണ്ട് മാത്രം അവരൊരു കാറിൽ വാഗനാറിൽ ഈ സാധനം കൊണ്ടുപോയി. അത് കൊണ്ടുപോകുമ്പോൾ പോലും അതിന്റെ മുന്നിൽ അവര് ഫോട്ടോ എന്റെ കയ്യിൽ ഇപ്പൊ പെട്ടെന്ന് എടുക്കാനില്ല, വേണമെങ്കിൽ അത് പിന്നെ എടുക്കാവുന്ന, എല്ലാവരും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ഓടിയ ഒരു ചിത്രം കൂടിയാണ്. അങ്ങനെ ഒരു പ്രളയ ദുരിതാശ്വാസം നടക്കുന്ന സമയത്ത് ഒരു കാറിൽ കുറച്ച് പെന്നും ബുക്കും കൊണ്ടുപോയി. അത് മാത്രമാണ് ചെയ്തത്. അതിന്റെ മുന്നിൽ പോലും അവര് എഴുതി ഒപ്പിച്ചിട്ടുള്ളത് മതം ഉപേക്ഷിക്കൂ മനുഷ്യരാകൂ എന്നുള്ള സ്ലോഗനായിരുന്നു. എന്നുവെച്ചാൽ ആ സമയത്ത് പോലും ഇവർക്ക് ഈ പറഞ്ഞ വംശീയത ഒഴിവാക്കാൻ പറ്റുന്നില്ല. അപ്പോ അവിടെയാണ് നമ്മൾ പറയുന്നത് ഇതൊരിക്കലും ഇത് കേവലമായിട്ടുള്ള നേരത്തെ പറഞ്ഞ ഒരു ജസ്റ്റ് ഒരു സ്ലോഗൻ അല്ല, ഇത് ഇവരുടെ ആശയമാണ്. മതമുള്ളവരെ, മതത്തിൽ വിശ്വസിക്കുന്നവരെ മനുഷ്യരായി പോലും കാണാൻ പറ്റാത്ത അത്രയും വംശീയമായ ഒരു ചിന്താഗതി തന്നെയാണ് ഇവർക്കുള്ളത്. അതിനപ്പുറത്തേക്ക് ഇവർ ഈ പറയുന്ന, ഞാൻ ഇത് ആവർത്തിച്ച് പറയാണ്, ഇവർ പറയുന്നത് പോലെ ഇവർക്കെന്തോ മനുഷ്യത്വം കൂടിയതും മാനവികത കൂടിയതും സഹാനുഭൂതി കൂടിയിട്ടൊക്കെയാണ് ഇവരിങ്ങനെ ആയത് എന്നൊക്കെ ആർക്കെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ ചാരിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറയുന്ന ഒറ്റ വിഷയത്തെ കുറിച്ച് മാത്രം, അല്ലെങ്കിൽ നന്മ ചെയ്യുക എന്നുള്ള വിഷയത്തെ കുറിച്ച് മാത്രം ഇവരുടെ ആദർശം പരിശോധിച്ചത് മാത്രം മതി. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പിന്നെ ഗൗരവത്തോടു കൂടി ഈ ഒരു വിഷയം കൂടി ചർച്ച ചെയ്യുന്നത്.